ഹായ് എവരിവൺ, കോയമ്പത്തൂർ തന്നെയാണ്. കോയമ്പത്തൂർ നമ്മൾ ലാസ്റ്റ് ഇഷ യോഗ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ മരുതുമലയിൽ എത്തിയിരിക്കുകയാണ്. മരുതുമലയിലേക്കുള്ള പാസ് എടുത്ത് 30 രൂപയാണ്. ഇപ്പം നേരെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വന്ന് ആകെപ്പാടെ ക്ഷീണിച്ച് എല്ലാവരും ടയർഡാണ്. എല്ലാവരും ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഉച്ച കഴിഞ്ഞാ 2:30 നമ്മൾ അവിടെ നിന്ന് 12 മണി 12:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങി കറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഫുഡ് കഴിച്ച് ഇവിടെ എത്തി എപ്പോഴത്തേക്ക് ഇത്ര ലേറ്റായി. ഇപ്പോഴത്തേക്കും ക്ഷീണിച്ച് ടയർഡായി. ഈ മലയുടെ പകുതിയോളം ഈ വഴി തീരണയിടത്താണ് മരുതുമല. വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറെ കൂടെ തിരക്കായിരിക്കും. ആളുകൾ കയറി വരുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ക്യൂ ഉണ്ടായിരുന്ന വണ്ടി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അറിയാം എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ളത്. നമ്മളെന്തായാലും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കോയമ്പത്തൂർ ടൗണിൽ നിന്നൊരു 10-20 കിലോമീറ്റർ ഉള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തണം. നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് വന്നുകൊണ്ടാണ്, ഇഷ യോഗ സെൻറ്ററിലേക്ക് പോയിട്ട് വന്നുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടൗണിലേക്കുള്ളൊരു വലിയ വ്യൂ പോയിന്റും ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ആ മുകളിൽ കാണുന്ന കണ്ടാ, അതല്ലേ മുകളിൽ കാണുന്നില്ലേ? അതിന്റെ അപ്പുറം അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ അതിപ്പം മുകളിൽ കാണിച്ചല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്താണ്. ഞാൻ തെറ്റിച്ചു. മുകളിൽ ചെന്നിട്ട് നോക്കാം. എന്തായാലും ഫ്രണ്ടിലോട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നല്ലോ കോയമ്പത്തൂർ സിറ്റി ആണോ കാണുന്നത്? നല്ല ക്ലിയർ ആയതുകൊണ്ട് ആ കാലാവസ്ഥ നമുക്ക് അനുകൂലമായത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അത് കണ്ടിട്ട് പോവാം. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് മുകളിൽ എവിടെയും കൊണ്ടിട്ടേ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാം. നല്ലൊരു വ്യൂ ഉണ്ട്. ഇപ്പം വെളിയിലോട്ട് കാണിച്ചു തരാം. അതെ നോക്കിയോ, കണ്ടോ വെളിയിൽ നല്ലൊരു വ്യൂ ഉണ്ട്. പക്ഷേ അവിടെ നിർത്താൻ പറ്റാത്ത ഇവിടെ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കിട്ടുമല്ലേ? ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ എത്തിയിട്ടോ മരുതുമലയിൽ എത്തി. മരുതുമലയിൽ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തു. ഇറങ്ങി ബാക്കിൽ കാണുന്നതാണ് മരുതുമല. ഇപ്പറേ കാണുന്നത് കോയമ്പത്തൂർ സിറ്റി. കോയമ്പത്തൂർ ടൗണാണ് ആ കാണുന്നത്, വൈഡായിട്ട് കാണുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും കോവിലിൻ്റെ വാതിക്കലോട്ടൊന്ന് പോയിട്ട് വരാം. കോവിലിൽ കയറാൻ പറ്റുമോ? ആണോ? കോവിലിൽ വീഡിയോ അലൗഡ് അല്ല എന്ന് തോന്നുന്നു. കോവിലിൽ വീഡിയോ അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് എന്തായാലും വാതിക്കൽ ഒന്ന് പോയിട്ട് വരാം. കോവിലിൻ്റെ വാതിക്കല്ലേ, കോവിൽ അവിടെയാണ്, അമ്പലത്തിൻ്റെ വാതിക്കലൊന്ന് പോയിട്ട് വരാം. കോവിലിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. കോവിലിന് അകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അകത്തേക്ക് കയറാം, ക്യാമറയും കൊണ്ട് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ക്യാമറ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കയറുള്ളൂ. ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ്. എല്ലാം നോക്കി കണ്ട വയറളവോ എന്തോ അറിയില്ല. ചോറ് കഴിച്ചിട്ട് കുറേ നേരമായി. ഇവിടെ വന്നപ്പം കോവിലിനകത്തേക്ക് എന്തായാലും കയറാൻ പറ്റില്ല, ക്യാമറ ആയിട്ട് കയറാൻ പറ്റില്ല, അലൗഡല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബാക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടില്ലേ, അവിടെ പോയിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഫുള്ള് വ്യൂ ഒന്നുകൂടെ നമുക്ക് നല്ലോണം കണ്ടിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് 2:30 മണിയായിട്ടുള്ളൂ.
ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോവാം. പന്നി 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 പന്നിയെ കണ്ട പന്നി ആശാൻ ഒളിച്ചിരിക്കുക. ഇങ്ങോട്ട് കാണാമെന്ന് ഇടിക്കുമെന്ന് അറിയില്ല. ആ നല്ല സൈസാ. ദേ അപ്പുറത്തോളം നിൽക്കുന്നു. നിൽക്കുന്നു അടുത്തൊരു പന്നി കേട്ടോ. മാങ്ങ എന്ത് കിടക്കുന്നു? വേറെ ഉണ്ടോ? ഇവിടെ ഫുള്ള് വേസ്റ്റാ. ഫുഡിൻ്റെയും ഒക്കെ വേസ്റ്റ്. ഇത് കണ്ട ഫുള്ള് വേസ്റ്റാണ് ഇവിടെ. ഒക്കെ കഴിക്കാനായിട്ട് വരുന്നതായിരിക്കും. എന്നാലും അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടോട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർക്കുള്ള വഴി നമ്മുടെ പോൾ പറഞ്ഞു. അല്ല വഴി പറഞ്ഞു, എനിക്ക് വഴി അറിയില്ലല്ലോ. അല്ല വഴി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഉക്കടത്ത് വന്നിട്ടാണ് വരാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ ഈശ പോണ വഴി വന്നിട്ട് കേരളത്തിൽ നിന്ന് ഉക്കടം വന്നിട്ട് ഈശ പോണ വഴി തന്നെ വന്ന് ഇങ്ങോട്ട് വരിക. അതായത് മരുതമല ബോർഡ് മാക്സിമം കാണും. ആ വഴി വരുമ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും പാലക്കാട് നിന്ന് വരുമ്പോൾ പിന്നെ ഇഷ പോയിട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കറക്കം വരുന്നല്ലേ. ആക്ച്വലി നമ്മൾ കുറച്ച് കറങ്ങിപ്പോയി. കാരണം നമ്മൾ ഇഷ പോയിട്ട് വന്ന കാരണം നല്ല രീതിയിൽ കറങ്ങിയായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരിക, കോയമ്പത്തൂർ ഉക്കടം വരിക. ഉക്കടത്തുനിന്ന് ബോർഡുകൾ ഉണ്ടാവും. ഇഷ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് ഇഷ പോകുന്ന വഴിക്കല്ലോ, ഉക്കടത്തുനിന്ന് ഇഷ പോകുന്ന വഴിക്ക് മരുതുമലയുണ്ട്. മരുതുമല ബോർഡുണ്ട്. ആ ബോർഡ് നോക്കി നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ വേണമെങ്കിൽ ബസ്സിന് വന്നവർക്കും ഇഷ്ടംപോലെ ബസ് അവൈലബിൾ ആണ്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് അത് ഉക്കടമാണ്? അല്ല, ഉക്കടം കഴിഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് ഗാന്ധിപുരം. അപ്പോൾ കേരളത്തിൽ നിന്ന് ബസ്സിന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉക്കടം ബസ് സ്റ്റാൻഡിൽ വരിക. അതാ പാലക്കാട് നിന്നൊക്കെ ബസ് കിട്ടും. ഉക്കടത്തേക്ക് ബസ് കിട്ടും അല്ലേ? കോയമ്പത്തൂർ ഉക്കടമാണോ അതോ ഉക്കടം? കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡുണ്ട്, ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്, 2 ബസ് സ്റ്റാൻഡ്. അതിൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുവാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ബസ് താഴെ വരെയുണ്ട്. അവിടുന്ന് കണക്റ്റിംഗ് ബസ് ഇതിൻ്റെ മേളിൽ വരെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഉക്കടത്ത് വരിക. ഉക്കടം അകത്തുനിന്ന് ഗാന്ധിപുരം അല്ലേ? ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. ഗാന്ധിപുരത്തേക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ബസ് കിട്ടിയെന്ന് വരുന്നില്ല. അപ്പം ഉണ്ടാവും. പാലക്കാട് നിന്ന് ഡയറക്റ്റ് ഗാന്ധിപുരം ബസ് ഉണ്ടാവും. ഇനി പാലക്കാട് അല്ല, അതിന് മുമ്പ് എവിടെ നിന്നാണ് ബസ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോയമ്പത്തൂർ വരിക. കോയമ്പത്തൂരിൽ നിന്ന് ഗാന്ധിപുരം ബസ് ഉണ്ടാവും. ബസ്സിൽ കയറുക, നേരെ ഇവിടെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് ബസ് ഉണ്ടാവും. ഗാന്ധിപുരം നമ്പർ ആണെങ്കിൽ ബസ് നമ്പർ അറിയാം, ഒരു 14 ആണെന്ന് തോന്നുന്നു, 14. ഗാന്ധിപുരത്ത് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ് ഉണ്ടാവും. ഗാന്ധിപുരത്ത് എങ്ങനെയാണ് റീച്ച് ചെയ്യാന്നുള്ളതാണ്. ബസ്സിന് വരുന്നവർ, ബൈക്കിനോ കാറിനൊക്കെ വരുന്നവർ ആണെന്നുണ്ടെങ്കിൽ നേരെ കോയമ്പത്തൂർ ഉക്കടത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഇവിടെ നമ്മൾ താഴെ എത്തി. നമ്മൾ വന്ന റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് താഴെ നിന്ന് ബസ് സർവീസ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവാരം വരെ വരുള്ളൂ. താഴെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടം വരെ വരുള്ളൂ. അവിടെ നിന്ന് നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല, ഒരുപാട് ദൂരമുണ്ട്. താഴെക്കൂടെ ബസ് വണ്ടികൾ പോകുന്നുണ്ട്. ഇങ്ങോട്ട് നടന്ന് കയറാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ബസ്സുണ്ട്. ബസ്സിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചു തരും. അപ്പോൾ കോയമ്പത്തൂരാണ് ഈ കാണുന്നത്. കോയമ്പത്തൂർ സിറ്റിയാണ് ഇവിടെ നിന്ന് ഈ കാണുന്നത്. കണ്ട പൊളി. നമ്മൾ നേരത്തെ കണ്ട ബസ് തോന്നുന്നു. ബസ് ഇങ്ങനെ ഇറങ്ങി കറങ്ങിയിട്ട് അവിടെ ആ റോഡിൽ കൂടെ പോകും. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒന്നുകൂടെ കാണിച്ചു തരാവേ. താഴ്ച കണ്ട നമുക്ക് നൈസായിട്ട് ഇരിക്കുക. അതിന് ചെറിയൊരു തണലുണ്ട് ഇവിടെ. കാലം താഴത്തൊക്കെ തൂക്കിയിട്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. നല്ല കാറ്റുണ്ട്.
ഹോണടിയുടെ പാടാ, ഹോണടിയോട് ഹോണടി. ക്യാമറ എങ്ങനെ താഴെ പോയാൽ ഉണ്ടല്ലോ ഇറങ്ങി എടുക്കാൻ കൂടി പറ്റൂല. ഇത് കണ്ട ഇതിന്റെ ഇടനോട്ടങ്ങളെ പോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പോലും പറ്റൂല. മൂലയ്ക്ക് ഏത് ഈ മൂലയ്ക്ക? വരുന്ന വഴിക്ക് ഭാരതീയർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതൊന്നും ഷൂട്ട് ചെയ്തില്ല. എന്നാലും വെയിലത്ത് കുറേ നേരം ഇരുന്ന് ഉണങ്ങിയിട്ട് പോവാം. എന്നാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും